കേരളം ആർക്കൊപ്പം? നാളെയാണ് എന്നത് മാറ്റി നമുക്കിനി കുറച്ച് മണിക്കൂറുകൾ മാത്രം എന്ന് പറയാം. വോട്ടെണ്ണാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. കേരളം ആര് ഭരിക്കുമെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ജനം. പരസ്യമായി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും അടിയൊഴുക്കുകളെ കുറിച്ചുള്ള ആശങ്ക മുന്നണികളെ അലട്ടുന്നുണ്ട്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തൻ, എല്ലാവർക്കും, ഈ പറയുന്ന നമ്മൾക്കുൾപ്പെടെ എല്ലാവർക്കും എന്തായിരിക്കും നാളത്തെ റിസൾട്ട് എന്നതിനെ ചൊല്ലി വലിയ ക്യൂരിയോസിറ്റി ഉണ്ട്, വലിയ ജിജ്ഞാസയുണ്ട്. എന്തായിരിക്കും സംഭവിക്കാൻ പോവുക എന്നതിനെ പറ്റി അവസാനവും വലിയ വിജയപ്രതീക്ഷകൾ മുന്നണികൾ പങ്കുവയ്ക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് രാത്രി അത്ര സമാധാനത്തോടെ കിടന്നുറങ്ങുക അത്ര എളുപ്പമായിരിക്കില്ല, അല്ലേ? ശരിയാണ് അക്ഷയ. ഏതാണ്ട് ഒരു മാസത്തിനടുത്ത ആകാംക്ഷ അവസാനിക്കുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് കേരളത്തിൻ്റെ ജനവിധി എന്താണെന്ന് അറിയാൻ വേണ്ടി. ഇന്നിപ്പോൾ എല്ലാ മലയാളികളും കിടന്ന് ഉറങ്ങാൻ പോവുകയാണ്. ഉറങ്ങി എഴുന്നേൽക്കുന്നത് അടുത്ത 5 വർഷം കേരളം ആര് ഭരിക്കണം, ആര് പ്രതിപക്ഷത്തിരിക്കണം എന്ന് തീരുമാനിക്കുന്ന പകലിലേക്കാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ കൗണ്ടിംഗ് സ്റ്റേഷനുകളും സജ്ജമാക്കപ്പെട്ട് കഴിഞ്ഞു. മാത്രമല്ല, എവിടെയും ഇതുവരെയും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 5:30 തന്നെ ഉദ്യോഗസ്ഥരും ഈ കൗണ്ടിംഗ് ഏജന്റുമാരും രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാരുമെല്ലാം അവിടേക്ക് എത്തും. കൃത്യമായ പരിശോധനകളോടെ അവരെ കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് കയറ്റിവിടുകയും ചെയ്യും. 8 മണിക്കാണ് കൗണ്ടിംഗ് ആരംഭിക്കുന്നത്. 8:30 ഏതാണ്ടൊരു ആദ്യത്തെ ലീഡ് നിലകൾ നമുക്ക് മനസ്സിലാകും. 9 മണി 10 മണി ഒക്കെ ആകുമ്പോഴേക്കും കേരളം എങ്ങോട്ടാണ് എന്നുള്ളത് സംബന്ധിച്ചൊരു ചിത്രം ലഭിക്കുകയും ചെയ്യും. ഏതായാലും ഇപ്പം നേരത്തെ അക്ഷയ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഉദ്യോഗത്തിലാണ്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളൊക്കെ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ തിരുവനന്തപുരത്തുണ്ട്. വി.ഡി. സതീശൻ അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് ട്രെയിൻ ഇറങ്ങും. രമേശ് ചെന്നിത്തല അടക്കം ഉള്ള പ്രധാനപ്പെട്ട നേതാക്കൾ KPCCയിലാണ് ഈ കൗണ്ടിംഗ് കാണുന്നതെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അവിടെ വലിയ പന്തലൊക്കെ ഒരുക്കി LED വോളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വലിയ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തിരുവനന്തപുരത്തുണ്ട്. AKG സെൻറ്ററിലായിരിക്കും അദ്ദേഹം കൗണ്ടിംഗ് വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി വരുന്നത്. രാജു ചന്ദ്രശേഖർ BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും ഉണ്ടാകും. AKG സെൻറ്ററിലും BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും മറ്റ് പ്രത്യേക സജ്ജീകരണങ്ങളൊന്നുമില്ല. അവിടെ ഉള്ള സാധാരണ സജ്ജീകരണങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ KPCCയിലാണ് വലിയ ഒരു ആവേശ മൂഡ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നമുക്കറിയാം UDF ഒരു ഭരണമാറ്റം ഉണ്ടാകും, അധികാരം കിട്ടും എന്നുള്ള ഉറച്ച പ്രതീക്ഷയിലാണ് പോകുന്നത്. അവരുടേതായ ചില ന്യായീകരണങ്ങളും നിരത്തുന്നുണ്ട്. അതേസമയം ഭരണ തുടർച്ച ഉണ്ടാകും എന്നുള്ളതാണ് അവസാന നിമിഷവും CPM LDFും മുന്നോട്ട് വെക്കുന്നത്. BJP അവർക്ക് പൂട്ടിയ നിയമം തുറക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസമുണ്ട്. അതിനൊപ്പം തന്നെ ഒരു 4-5 സീറ്റെങ്കിലും അടിച്ചെടുക്കും എന്നുള്ളതാണ് BJPയുടെ കോൺഫിഡൻസ്. പക്ഷേ ഏതായാലും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞിരിക്കുന്നത്. ആ കോൺഫിഡൻസ് ഒക്കെ എല്ലാവർക്കും ഉണ്ട്. ആ കോൺഫിഡൻസ് ഒക്കെ നമ്മളോട് തുറന്നു പറയുന്നുണ്ട്. അനന്തം പറഞ്ഞ പോലെ ആകെ പന്തലൊക്കെ ഇട്ട് കാത്തിരിക്കുന്നത് KPCC ആസ്ഥാനത്ത് മാത്രമാണ്. പന്തലിട്ടത് ചൂട് കാരണമാണ് എന്ന് നേരത്തെ KPCC അധ്യക്ഷൻ പറയുന്നത് നമ്മൾ കേട്ടിരുന്നു. എന്തായാലും അവിടെ പായസം വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ വരെ ആയി കഴിഞ്ഞു എന്നുള്ളതാണ് അറിയുന്നത്. ഓൾ സെറ്റാണ്, ഓൾ റെഡിയാണ്. ഇനി നമുക്ക് വോട്ടെണ്ണുക മാത്രമാണ് വേണ്ടത്. പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിനൊപ്പം തന്നെ ചേരുക. നാളെ രാവിലെ പുലർച്ചെ 5:30 മുതൽ നമ്മളും തയ്യാറാണ്.